വീട്ടിലാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തതിൻ്റെ ശേഷം ഒരു 25 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. അപ്പം ക്ലച്ച് പ്ലേറ്റ് ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലച്ച് പ്ലേറ്റ് മാറ്റാനുള്ള ഒരു പരിപാടിയിലാണ്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. വണ്ടി 157 ടോപ്പ് സ്പീഡ് കയറുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇനീഷ്യൽ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. പിന്നെ ഓയിൽ പെട്ടെന്ന് കറക്കുന്ന മാതിരി എനിക്ക് ഒരു തോന്നൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്ലച്ച് പ്ലേറ്റ് അങ്ങ് മാറ്റുകയാണ്. അതുകൊണ്ടൊക്കെ മാറ്റാൻ പാടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ മാറ്റുന്നു. അപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല. ഈ ഒരു കാണുന്നത് ഒരു 8 സൈസിൽ വരുന്ന ടീ സ്പാനർ ഇട്ട് പിടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ബോൾട്ടാണ് കാണുന്നത്. ഇതിവിടെ കുറച്ചെണ്ണം കാണുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 9 ഉണ്ട്. 10 കേട്ടോ, 10 ഉണ്ട്. അപ്പോൾ 10 ഊരിയിട്ട് ഈ ഒരു പ്ലേറ്റ് കൊണ്ട് എടുത്ത് മാറ്റാം. അതിന് ശേഷം നോക്കി നോക്കുക അതിനുള്ളിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഫസ്റ്റ് ടൈമാണ് മാറ്റുന്നത്, അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബിലൊക്കെ കണ്ട ഒരു ഐഡിയ വെച്ചിട്ട് ഞാനിത് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെ ഊരിയിട്ടുള്ള ബാക്കി ഞാൻ അങ്ങനെ കാണിച്ചു തരാം. എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് എനിക്കിന്ന് പുറത്തോണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതുവരെ ഒന്നും ഡ്രെയിൻ ആയിട്ടുള്ള എഞ്ചിൻ്റെ ഓയിലൊക്കെ ഒലിച്ചിറങ്ങി വിട്ടിക്കോട്ടെ. എഞ്ചിൻ സ്റ്റാർട്ടാക്കി അവിടെ ഇവിടെ തങ്ങി നിൽക്കുന്ന ഓയിലൊക്കെ പുറത്തേക്ക് വരാണ്ട് ഇന്ന് സ്റ്റാർട്ടാക്കി ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇതിൻ്റെ ഓയിൽ ഡ്രെയിൻ നട്ടാണത്. ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓയിൽ ഡ്രെയിൻ ആവട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് കാണാം. നമുക്ക് 4ഉം 6ഉമായിട്ട് ടോട്ടൽ 10 ബോൾട്ട് ഉണ്ട്. നെറ്റ് ബോൾട്ട് അതെ ബോൾട്ട് അതെ ബോൾട്ട്. അപ്പോൾ ഈ 4 വരുന്നത് താഴത്താണ്. 1 2 3 4 അത് ചെറുതാണ്. ഈ ചെറുത് 4 1 2 3 4 4 പീസസ്. ഈ 4 ചെറുത് താഴത്താണ് വരുന്നത്. പിന്നെ വരുന്നത് 6 6 പീസസ് ഉള്ളത് ഇവിടുന്ന് തുടങ്ങും. 1 2 3 4 5 6 ഈ 6 ഓക്കെ. ഇപ്പോൾ ഇത് ഊരാൻ വേണ്ടിയിട്ട് റബ്ബർ ഹാമർ എൻ്റെ കൈമേലില്ല. അപ്പോൾ എൻ്റെ ഈ ടൂളിൻ്റെ ബാക്കിൽ ഒരു റബ്ബർ ഐറ്റംസ് ഉണ്ട്, അത് വെച്ച് തട്ടി ഊരാനുള്ള പരിപാടിയാണ്. ഒരു വലിയ ഒരു ബോൾട്ടും കൂടി ഉണ്ട്, അതാണ് ഇട്ടത്. അത് നമ്മൾ ഇവിടെ എടുക്കണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഹാമറോടെ മുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് ഇളകി വരും. പിന്നെ അതും കൂടെ എടുത്താൽ മതി. വാവ്, ഇത്ര നീറ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ വെച്ചാൽ എൻ്റെ ഓയിലിൻ്റെ കളർ ഉണ്ടല്ലേ, ഈ ഒരു കളർ ആയതുകൊണ്ട് ഇതിനുള്ളിലൊക്കെ കരിഞ്ഞ് നാശമായി കിടക്കുകയായിരിക്കുന്ന വിചാരിച്ചത്. പക്ഷേ ഇത് കൊള്ളാം, നല്ല വൃത്തിയൊക്കെ ഉണ്ട് കാണാൻ. ഇനിയിപ്പോൾ എൻ്റെ ക്ലച്ച് പ്ലേറ്റിൻ്റെ അവസ്ഥ എന്താ നോക്കാം. അതിന് നമ്മൾ ഊരേണ്ടത് ഇത് 3 ഊരണം, ഈ ഒരു നടുവ് കാണുന്നതും ഊരണം. അത് ഊരിയിട്ട് ബാക്കി നോക്കാം. ലൂസാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 3 ഞാനിന്ന് എടുക്കുകയാണേ. ഓക്കെ, എൻ്റെ ടൈമിൽ പോകുന്നു. പ്രത്യേകിച്ച് പൊസിഷനൊന്നുമില്ല, ഒക്കെ ഒരേമാതിരി തന്നെ ഞാൻ തോന്നുന്നുണ്ട്. 3 ഉള്ളിൽ അവിടെ ലോക്ക് കാണുന്നുണ്ട്. അത് ഊരാനുള്ള പരിപാടി നോക്കണം. ഇതവിടെ വെച്ചു. സ്പ്രിങ് ഞാനിങ്ങെടുത്തു. ഒരു സൈഡിൽ യെല്ലോ കളറും വണ്ടി ഓടി കളർ പോലെയായിരിക്കും. ഇനിയിപ്പോൾ ഈ ഒരു ഹൗസിങ് എങ്ങനെ എടുക്കുന്നത് നോക്കണം. ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒന്ന് ഊരാൻ കാണിക്കുന്നുണ്ട്. ഇത് ലൂസ് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. അപ്പോൾ ഒരുകൊണ്ടല്ലോ ഞാനിപ്പോൾ ഡിസ്കും പ്ലേറ്റും ഒന്നും എടുക്കുന്നില്ല, ഈ ഒരു ഹൗസിങ് മാത്രം ഞാൻ എടുക്കുകയാണ്. എടുത്തു. നടുവിൽ ഈ ഒരു ഐറ്റം കാണുന്നുണ്ട്, അതിനുള്ളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഓയിൽ കാണുന്നുണ്ട്. നമുക്ക് എന്താ നോക്കാത്. ടൈറ്റ് ആക്കേണ്ട ഐറ്റം വല്ലതും ആണോ? ആ സാധനം എൻ്റെ ലൂസാണ്. നമുക്ക് നോക്കാം. ഞാനവിടെ വെച്ചു. ഇനി പ്ലേറ്റുകൾ നല്ല വൃത്തിയിൽ നോക്കി വെക്കണം. അപ്പോൾ എടുക്കുന്ന പ്ലേറ്റ് ഏതൊക്കെയാണ് നോക്കിയിട്ട് വേണം എനിക്ക് തിരിച്ച് തരാം. ഇതിൻ്റെ കറക്റ്റ് പ്രോപ്പർ വേ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാം. ഈ ഏറ്റവും ഫസ്റ്റ് കാണുന്ന പ്ലേറ്റ് മാത്രം നമുക്കൊന്ന് എടുത്ത് നോക്കാം. കൊള്ളാം. ഞാൻ അതിൻ്റെ ഓർഡറിൽ തന്നെ അവിടെ അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പിലുള്ള പ്ലേറ്റാണിത്. ഇതൊക്കെ എടുത്ത് ഇവിടെ മാറ്റി വെക്കാം. പിന്നെ കാണുന്നത് ഒരു ഡിസ്ക്കാണ്. ഓക്കെ, ഒരു സ്മൂത്തുള്ള ഭാഗം അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ ഒരു ഹാർഷ് കട്ടിങ് കാണുന്നുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമതായിട്ട് വെക്കുന്നത്. മൂന്നാമത്തേത് അടുത്തൊരു പ്ലേറ്റ്. ഇതിൻ്റെ മുകളിൽ എന്താ 7Z302 ഇതിനുള്ള കോഡ് എഴുതിയിട്ടുണ്ട് കേട്ടോ. കോഡ് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. മൂന്നാമത്തത് ഇതിൻ്റെ മുകളിലത്തെ കോഡ് 72302 തന്നെയാണല്ലോ കാണുന്നത്. രണ്ടിലും 302 കാണുന്നത്. നമുക്ക് നോക്കാം.
പിന്നെ അടുത്ത ഒരു ഡിസ്ക് കൂടി ഇതാ, അങ്ങോട്ട് വാടി തീർത്തിട്ട് പോണ്ടേ. ഓഹോ, അത് കുറച്ച് ടൈറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ. ടൈറ്റായിട്ടല്ല, എനിക്ക് 2 കൈ ഉപയോഗിച്ചാലേ വൃത്തിയിൽ എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. എന്നാലും ഞാൻ എടുക്കും. പോന്നു. ഇതാ അടുത്തത്. ഈ ഭാഗം ഉള്ളിൽ, ഈ ഭാഗം പുറത്ത് അല്ലേ. സ്മൂത്ത് ഭാഗം, കുറച്ചൊരു ഷാർപ്പ് കട്ടിങ്ങുള്ള ഭാഗം പുറത്തേക്കാണ്. രണ്ടാമത്തതും ഇങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായത്. ഇതും ഈ പറഞ്ഞ മാതിരി സ്മൂത്തുള്ള ഭാഗം ഉള്ളിലും ഹാർഷ് ഭാഗം പുറത്ത് വരുന്നു. ഇനിയും കാണുന്നുണ്ട് ഒന്നുകൂടി. ഇതൊന്നും എടുത്ത്, ഇത് നല്ല കരിഞ്ഞ് കിടക്കുന്നുണ്ട്. കരിഞ്ഞില്ല, ഡാർക്ക് കളറാണ്. ഇതിൻ്റെ മുകളിൽ എന്താ കോഡ് 70 ബാക്കി ഇതിലുള്ള 302 കാണുന്നില്ല. KA6 ECI എന്നൊക്കെ കാണുന്നുണ്ട്. ഇത് 2 സൈഡും ഒരുപോലെയാണ്. ഇങ്ങനെയായിരുന്നു ഉണ്ടായത്, നമ്മളിങ്ങനെ എടുത്തു. അങ്ങനെ തന്നെ വെക്കുന്നത് എല്ലാം അതുമാതിരി തന്നെയാണ്. അപ്പോൾ ഓക്കെ. ഈ സാധനം തിരിയുന്നതാണോ ആണെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ നടുവിലുള്ള ഡയറക്റ്റ് നമ്മുടെ ഗിയറിലേക്കുള്ളതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സോറി, ആക്സിലേക്കുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ഇത് നോക്കുമ്പോൾ ചങ്ങല അവിടെ അങ്ങനെ നീങ്ങുന്നുണ്ട്. കറക്റ്റായിട്ട് അറിയില്ല, എന്തായാലും നോക്കാം നമുക്ക് ബാക്കി. ഇത് നമുക്ക് പുതിയ ക്ലച്ച് പ്ലേറ്റ് എടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ പഴയതൊക്കെ അവിടെ അങ്ങനെ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 സൈഡും ഒരുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. വേറെ വ്യത്യാസമൊന്നും കാണുന്നില്ല. കോഡ് നമ്പർ കാണുന്നുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും കാണുന്നില്ല. ഇതിൽ ഈ പറഞ്ഞ കോഡ് നമ്പർ കാണുന്നുണ്ട്, ഇതിലും കോഡ് നമ്പർ കാണുന്നുണ്ട്. ഇത് മാത്രം തല കുത്തനെ വെച്ച് എങ്ങനെ എടുത്തതെന്നുള്ളത് എനിക്ക് ആ വീഡിയോ നോക്കണം, നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇതെങ്ങനെ നല്ല രസമുണ്ടല്ലേ, മഞ്ഞ കളർ ടീത്തൊക്കെ നോക്കിയാൽ. ഇനി പുതിയ ക്ലച്ച് പ്ലേറ്റ് എടുക്കാം. അഞ്ച് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വെച്ചിട്ട് ബാക്കിയാണ് വെച്ചാൽ നമ്മളിവിടെ ഊരി വെച്ച് അതേമാതിരി തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് കയറ്റിയാണ്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് എടുത്ത പീസ് ഇതായിരുന്നു. ഏറ്റവും ഫസ്റ്റ് ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് വെച്ച് അങ്ങനെ ഓരോന്ന് വെച്ച് ലാസ്റ്റ് എടുത്ത പീസ് അതായിരുന്നു. നമ്മൾ ഇവിടുന്ന് ലാസ്റ്റത്തെ പീസ് അത് കിട്ടുന്നത്. ഇതിൻ്റെയൊക്കെ റേറ്റും ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു പീസിൻ്റെ റേറ്റ് ഇതിൻ്റെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു സെക്കൻഡ്, ബാക്ക് സൈഡിലുണ്ടാവും. 161 രൂപയാണ് ഈ ഒരു പ്ലേറ്റ് വന്നിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ഉള്ളിലേക്കായിട്ട് പോകുന്നത് കേട്ടോ. നമ്മളത് ആദ്യം കയറ്റി നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് ഡിസ്ക് വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതുപോലെ തന്നെ കാഴ്ചയിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. തേഞ്ഞ മാതിരിയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിന്നെ മാറ്റുന്നു, അതുകൊണ്ട് തന്നെ. ഇതിന് ഏകദേശം എത്ര വരുന്നത്? 54 രൂപയാണ് ഇതിലെഴുതി കാണിച്ചിരിക്കുന്നത്. 54 തന്നെ ഞാൻ കൊടുത്തതെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു പ്ലേറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഷാർപ്പുള്ള ഭാഗം ഉള്ളിലേക്കും ഈ സോഫ്റ്റായ ഭാഗം പുറത്തേക്കും ആയിരുന്നു. അങ്ങനെ തന്നെ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഷാർപ്പുള്ള ഭാഗം ഉള്ളിലേക്കായിരുന്നു. അപ്പോൾ അതേമാതിരി തന്നെ നമ്മളിതുണ്ടല്ലോ കയറ്റുക, ഷാർപ്പുള്ള ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് ലൈറ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി, അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ അത് കയറ്റി. ഇത് രണ്ടും കഴിഞ്ഞ് ഇനി അടുത്തത് ഇത്. ഈ ഒരു പ്ലേറ്റിന് വരുന്നത് 302 രൂപയാണ് പ്ലേറ്റ്. ഈ പ്ലേറ്റിന് മാത്രം അത്ര റേറ്റിൻ്റെ വ്യത്യാസം അറിയില്ല. ഇത് കുറച്ച് ഡാർക്ക് കളറിൽ കാണുന്നുണ്ട്. ഇതിനാകെ വരുന്നത് 190 200 രൂപയുടെ അടുത്ത് വരുന്നുള്ളൂ. ഇത് രണ്ടും കാണാനും സെയിം, അതിന് മുകളിലുള്ള കോഡ് കാര്യങ്ങളൊക്കെ സെയിമാണ്. അത് കുറച്ച് ഡാർക്കായിട്ടാണുള്ളത്. അതുപോലെ ഇതും ഡാർക്കാണ്, അതുകൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചത് അവിടേക്ക്. അപ്പോൾ അടുത്ത കഴിഞ്ഞ് ഇതാണ്, ഇത് ഞാനിടുന്നത്. ഓക്കെ, അപ്പോൾ അതും ഫിക്സായി. ഇനി അടുത്തത് ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് ക്ലച്ച് H1 എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ ഇത് H2 എന്ന് പറഞ്ഞത്. അതിൻ്റെ മുകളിലൊക്കെ പേരുണ്ട് കേട്ടോ. പ്ലേറ്റ് ഫ്രിക്ഷൻ 1 എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അറിയില്ല, പ്ലേറ്റ് ഫ്രിക്ഷൻ 2 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ
ഇത് പറഞ്ഞാൽ ഈ ഷാർപ്പ് കട്ടിങ്ങുള്ള ഭാഗം ഉള്ളിലേക്ക്, സോഫ്റ്റ് കട്ടിങ് പുറത്തേക്ക്, അങ്ങനെ ഇടുന്നത് കേട്ടോ. വെച്ചേച്ച് എനിക്ക് തോന്നുന്നത് ഈ പ്ലേറ്റ് നമ്മുടെ ആ ഒരു ഹൗസിങ്ങിൻ്റെ കൂടെ നമുക്ക് അതിനുള്ളിലേക്ക് ഇടേണ്ടി വരും. എന്ന് വെച്ചാൽ ഇത് ഇവിടെ പക്ക ഫിക്സ് അല്ല, ലൂസായിട്ട് മാതിരിയാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു സാധനമാണ് ഏറ്റവും ടോപ്പിൽ ഇതിനുള്ളിൽ വരാനുള്ളത്. അത് നമ്മൾ തൽക്കാലം ഹൗസിങ്ങിൻ്റെ മുകളിലേക്ക് ഇടാൻ പോവുകയാണ്. ഹൗസിങ് ഈ ഒരു ഹൗസിങ്ങാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനത് നോക്കട്ടെ, അതിനുള്ളിൽ എന്തോ ഒരു സാധനം കുറച്ച് ലൂസായി നിൽക്കുന്ന മാതിരി ഉണ്ട്. ടൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കട്ടെ. നിർത്തി കൊടുത്ത് ഈ ഒരു സാധനം ഇവിടെ നിർത്തി നമുക്കിനി ഇതൊരു ഹൗസിംഗ് എന്ന് പറയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധനം അതിൻ്റെ മുകളിൽ ഈ ഒരു ഫസ്റ്റ് വരുന്ന പ്ലേറ്റ് അതെടുത്ത് വെച്ചു. ഇതിൻ്റെ ഈ ഒരു സോഫ്റ്റ് കട്ടിങ് പുറത്തേക്കും ഷാർപ്പ് കട്ടിങ് ഉള്ളിലേക്ക് ആവുന്ന രീതിയിൽ ഇതിന് മുകളിൽ വെച്ചു. ഓക്കെ, അതാണ് പൈസായി. ഇത് ഇവിടെ ഫിക്സ് ചെയ്യുന്ന പരിപാടിയാണ്. ഫിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഐറ്റംസൊക്കെ വരിക. ഇനി നമുക്കിത് 3 സ്ക്രൂ ചെയ്യാം. ഇത് കഴിഞ്ഞു. ക്ലച്ച് ഇനിയിപ്പോൾ വർക്കിംഗ് ആണോ കറക്റ്റാണോ എന്നുള്ളത് നോക്കുന്നതിന് മുന്നേ ഒരു പരിപാടി പറഞ്ഞുതരാം. ബാക്കിയുള്ള ഹൗസിംഗ് ഒന്ന് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ക്ലച്ച് ലിവർ കണ്ടില്ലേ, ഇത്ര കിട്ടിയാൽ പോലെ. ഇത് ഇത്ര ലൂസാണ്, ഇത് ഫ്രീ ആണ്. അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു 10 സൈസ് വരുന്നൊരു ബോൾട്ട് ഉണ്ട്. ഇത് ലൂസ് ചെയ്യുക. എന്നിട്ടിതാ ഇവിടെ ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തിരിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഇതിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നവർ തോന്നും. നമുക്ക് ചെറിയൊരു പ്രഷർ വരുന്നവർ തോന്നും. പ്രഷർ വരുമ്പോൾ അവിടെ നിർത്തുക. എന്നിട്ട് നമ്മൾ ഈ ക്ലച്ച് ലിവർ ഒന്ന് പിടിച്ച് നോക്കുക. ഒന്നുകൂടി സെറ്റ് ആവണ്ട. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ലൂസ് ആക്കിയിട്ട് ഒന്നുകൂടി തിരിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ടൈറ്റായി. ക്ലച്ച് ലിവർ നോക്കുക. കുറേയൊക്കെ ഫ്രീ ആയി. ഈ ഒരു പ്ലേ മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ഒരു ഐറ്റം ഇവിടെ ഫ്രീ ആണോ എന്നുള്ളത് നോക്കണം. ഒന്നുകൂടി തിരിക്കാണ്ട് നോക്കി നോക്കാം. ഇപ്പോൾ കറക്റ്റായി, ഇപ്പോൾ കറക്റ്റ് ടൈറ്റായി. എന്നിട്ട് നമ്മൾ ഈ ഒരു 10-ൻ്റെ അതങ്ങ് ടൈറ്റായി കളയുക. 10 സൈസ് വരുന്ന ആ ഒരു ബോൾട്ട് നട്ടില്ലേ, പക്ക കണ്ടോ, ഫ്രീ അത്രയും കുറഞ്ഞു. ക്ലച്ച് പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് കാണിച്ചു തരാം. ഉണ്ടോ അതിൻ്റെ ആക്ഷൻ കണ്ടില്ലേ, ഈ ഒരു ആക്ഷൻ വരണം. ഇതിങ്ങനെ പിടിക്കുമ്പോഴാണ് ഈ ഡിസ്കൊക്കെ ഫ്രീ ആവുക. അപ്പോഴാണ് ക്ലച്ച് പ്രോപ്പറായിട്ട് ഫ്രീ ആവുക, ഗിയർ അത്രയും സ്മൂത്ത് ആവുക. കറക്റ്റായി ഇത്രയുള്ള പരിപാടി. ഇനി ഈ ഒരു സാധനം ടൈറ്റ് ചെയ്യുക, അതാണ് വേറെ അടുത്ത പരിപാടി. ഓക്കെ, ചുറ്റും വിട്ടിട്ടും അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. കണ്ടില്ലേ, അതുപോലെ ക്ലച്ച് പിടിച്ചതാണ്. ക്ലച്ച് പിടിക്കുന്നത് കണ്ടില്ലേ, ആ ഐറ്റം ഫ്രീ ആയിട്ട് തിരിയുന്നുണ്ട്. നമുക്ക് അങ്ങനെയാണ് വേണ്ടത്, ഫ്രീ ആയിട്ട് തിരിയണം, വേറെ ലോഡും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ ലോക്കായി. കണ്ടോ, ഇതിനടിയിൽ നിന്ന് ഉരിയിരുന്ന ഈ ഒരു ഡ്രെയിൻ ബോൾട്ട് അത് നമ്മൾ തിരിച്ചിട്ടു. പിന്നെ ഈ ഹൗസിങ്ങൊക്കെ ടൈറ്റാക്കി ഈ പറഞ്ഞ ഐറ്റംസും അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഒരു ഹൗസിങ് തിരിച്ചിടുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന 10 നട്ട് ബോൾട്ട്, ഏതൊന്നായിരുന്നു നട്ടോ ബോൾട്ട് നമ്മൾ തിരിച്ചതിന് മുകളിലേക്ക് കയറ്റും. എന്നിട്ട് ഇതാ നമ്മളുടെ കമ്പനി പറയുന്ന സ്റ്റോക്ക് ഓയിൽ 10W40 SLMA ഫുള്ളി സിന്തറ്റിക്, അതെ, നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് ഫുള്ള് അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒഴിക്കുന്ന ടൈമിൽ കാണിച്ചാൽ നമ്മൾ ഓയിൽ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഒഴിക്കാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം. തിരിച്ചങ്ങനെ തന്നെ ഫിറ്റ് ചെയ്തു. ഇതാ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കാനാട്ടോ, വേറെ ഒന്നുമല്ല. നമ്മളിവിടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാമല്ലോ, നിലത്ത് പോകുന്നുള്ള പേടി വേണ്ട, അതിന് വേണ്ടിയിട്ടാണ്. അത് സെറ്റ് ചെയ്ത് ഇനി ഓയിൽ ഒഴിക്കാൻ പോവാണ്. ഓയിൽ ഒഴിക്കുന്നൊന്നും കാണിക്കുന്നില്ല. ഒഴിച്ചതിന് ശേഷം ഈ സാധനം സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി സ്റ്റാർട്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഇനി നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ക്ലച്ചിൻ്റെ മുകളിൽ നമ്മൾ ഓയിലൊന്നും ആക്കിയിട്ടില്ലല്ലോ. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ക്ലച്ച് ഒന്ന് പിടിച്ച് അങ്ങനെ വിട്ട് റിലീസ് ചെയ്ത് അങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ ആ ക്ലച്ചിൻ്റെ മുകളിലൊക്കെ ഓയിലായിട്ട് ഒന്ന് സെറ്റ് ആയിക്കോളും. അതങ്ങനെ സെറ്റാക്കുന്നുണ്ട്. കുറച്ച് നേരമായി സ്റ്റാർട്ടാക്കിയിട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് ഒന്ന് ഓടിച്ചു.
ക്ലച്ച് റീപ്ലേസ്മെൻറ്റ് സക്സസ്ഫുള്ളായി നടന്ന സംഭവം സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുന്നു.